കാലമായി ഞാൻ ഉറങ്ങിയിട്ട് ഒരു മണിക്കൂർ എണീറ്റ് ഞാൻ ബാത്റൂമിൽ പോയി ബാഗ് ചേഞ്ച് ചെയ്യണം. അതുപോലെ 9 മാസക്കാലമായി ഞാൻ കുളിച്ചിട്ട് തോർത്ത് വെള്ളം പിഴിഞ്ഞ് ദേഹം തുടച്ചെടുക്കുക ചെയ്യുന്നത്. ഇനി ഞാനൊരു മനുഷ്യനല്ലേ? അച്ഛൻ്റെ വേദന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അച്ഛനെ എല്ലാവരും രക്ഷിക്കണം. 9 മാസമായി എൻ്റെ അച്ഛൻ്റെ സർജറി മുടങ്ങിയിട്ട്. അപ്പോൾ മോള് സങ്കടപ്പെടണ്ട കേട്ടോ. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ മോളുടെ അച്ഛനെ രക്ഷിക്കും കേട്ടോ. മോൾക്ക് അപസ്മാരത്തിൻ്റെ അസുഖം വരുന്നതാണ്. അപ്പോൾ അവൾക്ക് ചില കാര്യങ്ങളും പറയാൻ പറ്റില്ല. ഈ വേദന കാരണമാണ് അവൾ വിങ്ങുന്നത് പോലെയാണ്. ശരിക്കും ഒന്നും സംസാരിക്കാൻ അവൾക്ക് പറ്റില്ല. സർജറി ലേറ്റാകുന്നതുകൊണ്ട് ഇതൊരു പൊതിച്ച തേങ്ങടത്ര ഇത് പുറത്തേക്ക് തള്ളി വന്നിരിക്കുകയാണ്. ഇടത്ത് സൈഡിൽ ഈ കുടലെടുത്ത് വെച്ചിരിക്കുന്ന സൈഡിൽ. അതുപോലെ ആ സൈഡിലെ തൊലിയെല്ലാം പോയി. ഞങ്ങൾക്കൊരു മാർഗ്ഗവും ഇല്ല അത് സർജറി ചെയ്യാൻ. എനിക്ക് സർജറി ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റില്ല. വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ അച്ഛനെ സഹായിക്കണം. എൻ്റെ അച്ഛനില്ലാതെ എനിക്ക് പറ്റത്തില്ല. അവൾ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ സ്കാനിങ് നടന്നില്ലെങ്കിലും പപ്പയുടെ ഈ അസുഖം മാറണം, അങ്ങനെ ചെയ്യണമെന്നാണ്. അനുജ, ഞാൻ 8ൽ പഠിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ചാനലിലേക്ക് വിളിക്കുന്നത്. 9 മാസമായി എൻ്റെ സർജറിയുടെ സമയം കഴിഞ്ഞിട്ട്. ഒരു കാരണവശാൽ ഇത് മുന്നോട്ട് ഞങ്ങൾക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല. നാട്ടുകാരൊക്കെ തരുന്നതിന് അവർക്കൊരു പരിധിയുണ്ട്. തരാൻ പറ്റുന്ന അത്രയും അവർ ചെയ്ത് കഴിഞ്ഞു. എൻ്റെ കൂട്ടുകാരും അറിയാവുന്ന ആൾക്കാരും. ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹായം എനിക്ക് വേണം. ഞാൻ നേരെ ആയാലും മാത്രമേ എനിക്ക് എൻ്റെ ഈ മകളുടെ ചികിത്സയും മകളുടെ വിദ്യാഭ്യാസവും ഞങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്കും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ സർജറിക്കും എൻ്റെ ഈ മകളുടെ ചികിത്സയ്ക്കും ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എൻ്റെ പേര് ഓമനക്കുട്ടൻ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ ചെന്നിത്തലയ്ക്കടുത്താണ് വാടകയ്ക്ക് താമസിക്കുന്നത്. ഇത് വാടക വീടാണ്. ഞങ്ങൾ വാടകയ്ക്കാണ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലമോ വേറെ ഒന്നുമില്ല. ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ മകൾക്കൊരു നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പോലും എൻ്റെ കയ്യിൽ നിവർത്തിയില്ല. എനിക്കൊരു ജോലിക്ക് ഇറങ്ങിപ്പോകാനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു കണ്ടീഷനാണ്. ഈ കട്ടിലും ഈ ബാത്റൂമിലേക്ക് മാത്രമാണ് ഞാനിങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. എനിക്കൊരു യാത്ര പോലും ചെയ്യാൻ പറ്റില്ല. എൻ്റെ ശരീരമൊന്നും വിയർക്കാൻ പറ്റില്ല. ഒരു 10 ലോട്ടറി എടുത്തുകൊണ്ട് എവിടെയെങ്കിലും വിൽക്കാൻ അതുപോലും പറ്റില്ല. കാരണം എനിക്കൊരിടത്ത് നിന്ന് വിയർത്താൽ ഇതെല്ലാം ഇളകിപ്പോയാൽ ചിലപ്പോൾ എനിക്ക് 10-300 രൂപ കിട്ടിയാൽ 1300 രൂപ വേണം ഒരു ബാഗും അതിൻ്റെ സാധനങ്ങളൂടെ മാറണമെന്നുണ്ടെങ്കിൽ. അത്ര ദുരിതത്തിലാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട്. എൻ്റെ ഈ മകളെ ഓർത്തെങ്കിലും ഞങ്ങൾക്ക് ഈ സർജറി ചെയ്യാൻ ഈ ബാഗ് കുടലെടുത്ത് തിരിച്ചു പിടിപ്പിച്ചാലേ എനിക്കൊരു സാധാരണ മനുഷ്യനാകാൻ പറ്റത്തുള്ളൂ. അതിന് 7 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ചിലവ് വരും. അത് തിരിച്ച് ചെയ്യാതെ എനിക്ക് എൻ്റെ കുടുംബത്തെയോ അല്ലെങ്കിൽ മുന്നോട്ടോ കാര്യങ്ങൾ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ദയവായിട്ട് എൻ്റെ ഈ മകളുടെ ചികിത്സയ്ക്കും എൻ്റെ ഈ സർജറിക്കും നിങ്ങൾ ഞങ്ങളെ കൈവടിയല്ലേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഈ മകളെ ഓർത്തെങ്കിലും ഇവൾക്ക് മുന്നോട്ട് പോകണം. ഇവളുടെ ചികിത്സകളുണ്ട്. ഇവർക്ക് ന്യൂറോയുടെ പ്രശ്നങ്ങളുണ്ട്. അതിന് ഡോക്ടറെ കാണണം, കാര്യങ്ങൾ ചെയ്യണം. അപ്പം മുന്നോട്ടുള്ള കാര്യങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ സഹായിക്കണം. ഞങ്ങളെ കഴിയുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കണം. എൻ്റെ ഭാര്യ കൊണ്ടുവരുന്നതുകൊണ്ടൊന്നും ആകില്ല. ഒരു ദിവസത്തെ അവധി എടുക്കാൻ പോലും ഒക്കെ പറ്റില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളാണ് ഞങ്ങളത്. നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ തന്നിട്ടാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ഓടിച്ചു പോകുന്നത്. വെച്ചുകൊണ്ട് വിയർത്ത് കഴിഞ്ഞാൽ അപ്പോഴിത് ഇളകിപ്പോയി സൈഡിലെ തൊലിയെല്ലാം പോയി. എനിക്ക് സൈഡിലെ തൊലി പോയിട്ട് എനിക്ക് നീറ്റൽ കൊണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ആഴ്ചയിലൊരു 8000 രൂപയോളം ഇതിൻ്റെ ബാഗ് മാറുന്നതിനും ഇതിൻ്റെ ക്രീം മേടിക്കുന്നതിനും ഇതിൻ്റെ പശ ഒട്ടിക്കുന്നതിനും ഇതിൻ്റെ ബാൻഡേജ് ഒട്ടിക്കുന്നതിനും എല്ലാം കൂടെ ചിലവാകും. ഈ മലം ഇങ്ങനെ ബാഗ് ലീക്കായി പൊട്ടുന്നിടത്തു നിന്നല്ല എൻ്റെ തൊലി പോയിട്ട് എനിക്കത് ഉറങ്ങാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. എനിക്ക് കിടന്നുറങ്ങാനും പറ്റില്ല, എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ. ഞാൻ 9 മാസക്കാലമായിട്ട് ഞാൻ കുളിച്ചിട്ട് പോലും വെള്ളം മുക്കി തോർത്തി തുടച്ചെടുക്കുകയാണ്. കുളിച്ചിട്ട് 9 മാസമായി. 9 എനിക്ക് തലയിരിച്ച് കുളിക്കാൻ പറ്റില്ല. ഞാൻ തോർത്ത് ഇതെടുത്തിട്ട് തോർത്തിൽ വെള്ളം മുക്കി തുടച്ചെടുക്കുകയാണ്. അതാണ് എൻ്റെ കണ്ടീഷൻ. ഈ വൻകുടലിന് 17 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് ബാഗ് പിടിപ്പിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 9 മാസക്കാലമായിട്ട് ശരിക്കും ഉറങ്ങിയിട്ടില്ല. 1 മണിക്കൂർ ഇരുന്നിട്ട് ഞാൻ ബാത്റൂമിൽ പോയി ബാഗ് ക്ലീൻ ചെയ്യണം. എൻ്റെ മകളുള്ളത് അപസ്മാരത്തിന് മെഡിസിൻ എടുക്കുന്നതാണ്. 2 നേരം മകൾക്ക് മെഡിസിൻ വേണം. ഈ ഡിസംബർ മാസം മോൾക്ക് സ്കാനിങ് പറഞ്ഞിരുന്നതാണ്. അത് ചെയ്യാൻ ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല. എൻ്റെ ചികിത്സയും മകളുടെ ചികിത്സയും കൂടെ ഒത്തുപോകുന്നതിന് വലിയ